ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ബോറിംഗ് ആണ്. വീട്ടിൽ തന്നെയുള്ള വീഡിയോസുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് പറയുന്നത് നമുക്ക് ഇന്ന് അബുദാബി പോകാണ്ട് മെച്ചിൻ്റെ അടുത്ത് പോവാണ്. 2 ദിവസം കൂടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാണ് ഇന്ന് രാവിലെ തൊട്ടേ. അപ്പോൾ രാവിലെ എണീറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും എണീക്കുമ്പോൾ ഇതേപോലെ ഉച്ചയ്ക്ക് ആവും കേട്ടോ, 1:30 മണിയൊക്കെ ആവും. ഇപ്പം ഇവരിതാ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ രണ്ടാളും. അപ്പോൾ രാവിലെ ഇവിടെ ചായ കുടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം എണീക്കുമ്പോൾ ഈ ലേറ്റ് ആവുന്നതും കൊണ്ട് തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ചോറ് എന്തെങ്കിലുമൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ രാവിലെ എന്നതാ എണീറ്റ് ചോറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കി. ഇങ്ങനെ ഞാനിനി പോയ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടന്നാൽ ചിലപ്പോൾ എനിക്ക് ചീത്തയും കേൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വേണ്ടാത്തതൊക്കെ കുറേ എടുത്ത് കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉള്ളത് ഞാൻ കഴുകി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. കുറച്ച് ബസ്സിൽ ഇരുന്നിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം, ബാക്കി അവിടെ പോയിട്ട് ഒരു കഴിക്കുകയായിരിക്കും വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ രാത്രിയിലും പിറ്റേന്ന് ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ കഴിച്ചോളും. അതിഷ്ടമാണ്, അതുകൊണ്ട് അതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. 5-5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും കണ്ടോ വെയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ നേരെ നമുക്ക് നോക്കാൻ വയ്യ, കണ്ണൊക്കെ വേദനാവും, അത്രക്കും വെയിലാണ്. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. കുറച്ച് ജാടയാണെന്നൊക്കെ വിചാരിച്ചാലും കുഴപ്പമില്ല, നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പോവാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് അധികം അബുദാബിക്ക് പോകാറ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ബാബു കൂടെ വരാറുള്ളൂ. ബാബുന് എന്നും ജോലിയുണ്ടാവും. അപ്പോൾ നമ്മളത് ആ ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി ബാബു പോയിട്ടോ. ഒരു വീഡിയോ എടുക്കാൻ വരെ ബാബുനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ പോയാൽ നമുക്കൊരു 1/4 മണിക്കൂർ എന്തായാലും പോസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബസ് എടുക്കാറുള്ളൂ. പക്ഷെ ഇന്നത്തെ ദിവസം എന്തായാലൊക്കെ ആയിരുന്നു, ചെന്നപാട് ബസ് എടുക്കാൻ നിൽക്കുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ബസ്സിലേക്ക് കയറി. അപ്പം തന്നെ എടുക്കുകയും ചെയ്തു കേട്ടോ. ബസ്സൊക്കെ ഭയങ്കര ഫുൾ കാലിയാണ്, ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ ഓരോരുത്തർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം വെച്ചാൽ വർക്കിംഗ് ഡേ ആയിരുന്നുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന പോലത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം 3 കൂടി അങ്ങനെ ഇരുന്നു. പിന്നെ സീറ്റിലൊന്നും ആരും വരുന്നില്ല. അങ്ങനെ കണ്ടപ്പോൾ സച്ചുവിനെ എല്ലാം എടുത്ത് മുന്നിലേക്ക് ഇട്ടു. പിന്നെ ഞാനും ഇസും മാത്രമായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് യാത്ര എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-2.25 മണിക്കൂർ, 2.5 മണിക്കൂറോളം തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്ലോക്കൊക്കെ വന്നാൽ 2.5 മണിക്കൂർ എന്തായാലും ആവും. അപ്പം നല്ല ബോറിംഗ് ആണ് യാത്ര, വളരെ ബോറിംഗ് ആണ്. ഒരു ദിവസം ഇസുവിനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇസു നല്ല ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കുടുങ്ങി, എൻ്റെ കയ്യിലൊരു ടവൽ വരെയില്ല, ടിഷ്യൂ വരെ ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നിട്ട് അറക്കും അവൾക്ക് പറ്റുന്ന എന്താ പറയുക ടിഷ്യൂം അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അഥവാ ഛർദ്ദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് കൊണ്ടുവന്ന ഫ്രൂട്ട്സും ലേസും മിഠായി ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഛർദ്ദിച്ചാലോ എന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എത്തി. കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ കുറേ ടാബിലൊക്കെ കളിച്ച് എന്നിട്ടും എത്തുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുകയായിരുന്നു എന്താ എത്താത്തേന്ന്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കുറച്ചൊന്നും ഉറങ്ങി. സച്ചു ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ രണ്ടാളും ഉറങ്ങി. അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക എയർപോർട്ടിലല്ല ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പിന്നെയും കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം ഉമ്മച്ചി ഞാൻ ടാക്സി വിളിച്ച് പോകാറാണ് പതിവ്. പക്ഷേ അപ്പം അമ്മച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഓരെയും കൂട്ടിയിട്ട് വരാം, ടാക്സി വിളിക്കേണ്ട അവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവർക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ കുറച്ച് ലസ്സിയൊക്കെ വാങ്ങി കുടിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേട്ടൻ വന്ന് എന്നോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കരുതെന്ന്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടോ. അത് അങ്ങനെയാണല്ലോ, എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും എടുക്കും. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെച്ചി വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു വണ്ടിയായിരുന്നു, നല്ല രസമുണ്ട് വണ്ടി കാണാനായിട്ട്. അങ്ങനെ മെച്ചിൻ്റെ കൂടെ കുറച്ച് നേരം വർത്താനം പറയുന്നത്. പിന്നെ മെച്ചി ഞങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങി തന്ന് അതൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ആദ്യം മെച്ചിൻ്റെ കയ്യിൽ കുറേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചോന്ന് പറഞ്ഞിട്ട്. അതുണ്ട്, പിന്നെ ഞാൻ കൊണ്ടുവന്നതുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനോ ഒന്നിനും പറ്റില്ല. അപ്പം നേരെ നമുക്ക് ആദ്യം റൂമിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വെച്ചിട്ട് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് ബാബുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ അല്ലേന്ന് കുറച്ചൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹണി കേക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും അവിടെ ഇരുന്ന് അത്
ഒരു പകുതിയോളം ഞങ്ങൾ കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റ്, അധികം മധുരമല്ലാതെ നല്ല രസമുള്ള ഒരു കേക്ക് കിട്ടും. അങ്ങനെ കേക്ക് കഴിച്ച് നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ വേറെ പുറത്തേക്ക് പോയി. പുറത്ത് പോയിട്ട് ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എന്താ ഇപ്പം ഫുഡ് കഴിക്കാനേ മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ബാബു വിളിച്ചിട്ട് പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അപ്പം അത് ലൈവായിട്ട് ഇപ്പോൾ എടുക്കുന്നത് തന്നെ വേണം എന്നാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ പോയി നല്ലൊരു ചേട്ടൻ, ആ ചേട്ടൻ ഫോട്ടോ എടുത്തു തന്നു. അത് മാത്രമല്ല നമ്മൾ ആദ്യമായിട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഫോട്ടോ, 3 ഫോട്ടോയും കുറച്ച് വലിയ സൈസിൽ നമുക്ക് എന്താ പറയുക പ്രിന്റ് എടുത്ത് തന്നൊക്കെ ചെയ്തിട്ടോ. വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി. ഇവിടെ വന്ന് അമ്മ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് മന്തി ബിരിയാണി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലിൽ കയറിയത്. അവിടെ പോയിട്ട് കുഞ്ഞിപ്പത്തിരി, സാദാ പത്തിരി, പൊരിച്ച പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാൽക്കപ്പ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നല്ലോണം കഴിച്ചു. സമയം അപ്പോഴത്തേക്കും 12 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുന്ന് നേരത്തെ പോയി കിടക്കണം. കാരണം വെച്ചിട്ട് രാവിലെ പോകണം, പുലച്ചയ്ക്ക് 3 മണിക്ക് പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കിടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഇനി 2-3 ദിവസം അബുദാബിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.